റഷ്യ ഉക്രൈൻ ഇവരിപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലാണ്. സമാധാന ചർച്ചകൾ നടക്കും, റഷ്യ എൻ്റെ വാക്ക് കേൾക്കുമെന്ന് ട്രംപ് പറഞ്ഞാലും വരുന്ന വാർത്തകളെല്ലാം വിപരീതമായിട്ടാണ്. പ്രധാനമായും ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് നൽകാൻ അമേരിക്ക തയ്യാറാണ്. ഈ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം റഷ്യയുടെ പക്കൽ നിന്നും മിക്സഡ് റിയാക്ഷൻസ് ആണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നത് ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് വരട്ടെ, എന്നാൽ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് 2 തവണ ആവർത്തിച്ചു പറഞ്ഞു. റഷ്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ നേതാവ് യൂറോപ്പിനെതിരെ ഇത്രയും ശക്തമായ ഒരു വാക്ക് ഇത്രയും സ്ട്രോങ് ആയി പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. കൂടാതെ ഉക്രൈൻ എപ്പോഴും ആക്രമിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ റഷ്യ കാരണം സ്ട്രൈക്കിന് അവർ ഇരയാവുകയാണെങ്കിൽ വരുന്ന വാർത്തകളിലൊന്നും ഉക്രൈൻ അടി വാങ്ങിയതായി പറയില്ല, അവരൊന്നും വാങ്ങിയ അടി അംഗീകരിക്കില്ല. എന്നാൽ ഉക്രൈൻ മാധ്യമമായ കീവ് ഇൻഡിപെൻഡന്റ് ഇന്നലെ ഒരു വാർത്ത പുറത്തുവിട്ടു. ഞങ്ങളുടെ പക്കലുള്ള ഗ്യാസ് ഫെസിലിറ്റി, ഞങ്ങളുടെ പക്കലുള്ള ഗ്യാസ് സ്റ്റോറേജ് എന്നത് 50%-ലധികം ശൂന്യമായി. ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 60% റഷ്യയുടെ പക്കൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ആദ്യമായി ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഒഡീസ പോർട്ടിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 25-ലധികം കണ്ടെയ്നേഴ്സ് വെപ്പൺസോടുകൂടി തന്നെ നശിപ്പിക്കപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ വേഴ്സസ് ഉക്രൈൻ, ഈ 2 രാജ്യങ്ങളും സമാധാനം ഇവിടെ കൊണ്ടുവരുന്നേയില്ല. ഇസ്രായേലും ഹമാസും ചർച്ചകൾ നടത്താൻ തയ്യാറാണ്, സമ്മതമാണ് എന്നുള്ള രീതിയിൽ ആ പ്രശ്നം ഒരു പരിധിവരെയും പരിഹരിക്കപ്പെട്ടാലും റഷ്യ ഉക്രൈൻ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കുന്നില്ല. കാരണം ഇന്നലെ ഒഡീസ മേഖലയിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണം 80-ലധികം ഡ്രോണുകൾ റഷ്യ അകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ അയച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും സായുധ ഡ്രോണുകളായിരുന്നു. ഇതിനു മുൻപ് റഷ്യ ഈ ഒരു രീതിയിൽ ആക്രമണം നടത്തിയിട്ടില്ല. 100 ഡ്രോണുകൾ അകത്തേക്ക് വന്നാൽ അതിൽ ഒരു 15-20 ആയിരിക്കും ആംഡ് ഡ്രോൺസ്. എന്നാൽ ഇപ്പോൾ അകത്തേക്ക് വന്ന 80 ഡ്രോണുകളിൽ 55-ലധികം വാർഹെഡോടുകൂടിയായിരുന്നു വന്നത്. ഒഡീസ മേഖലയിൽ റഷ്യ എപ്പോഴെല്ലാമാണ് ആക്രമണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ കരിങ്കടലിൽ നിന്നും ഉക്രൈനിലേക്ക് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സഹായം വരാൻ പോവുകയാണ്. കരിങ്കടലിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നും ഒരു ആയുധ കയറ്റുമതി കപ്പൽ വഴി ഉക്രൈനിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു സ്ട്രൈക്ക് റഷ്യ നടത്തുകയുള്ളൂ. കൂടാതെ ഇവർ ഈ സ്ട്രൈക്ക് നടത്തുന്ന സമയവും വളരെ കൃത്യമായിരിക്കും. ഒരു കപ്പലിൽ ആയുധം വരുന്നു എന്ന് കരുതുക, കപ്പൽ നിർത്തിവെച്ചിരിക്കുമ്പോൾ റഷ്യ ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ അവർ ഗോഡൌണിലേക്ക് അയക്കുമ്പോഴും ആക്രമിച്ചിട്ടില്ല. ഓരോ തവണയും ഇവർ സ്ട്രൈക്ക് നടത്തുന്നതെല്ലാം ആ ഗോഡൌണിലുള്ള ആയുധങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കണ്ടെയ്നേഴ്സിൽ കൊണ്ടുവന്ന് കയറ്റും. ഇതിൽ ഉക്രൈൻ ചെയ്യുന്ന ഒരു വലിയ തട്ടിപ്പ്, ഈ കണ്ടെയ്നേഴ്സ് പുറത്തുനിന്ന് കാണുമ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. ഇവർ ഇത് എയ്ഡ് മെറ്റീരിയലായും കൃഷി വസ്തുക്കളായും പുറത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അഗ്രികൾച്ചർ സംബന്ധിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നറാണ്. ഭക്ഷണ വസ്തുക്കളാണെന്ന് പുറത്ത് ലേബൽ ചെയ്തിട്ട് അവരുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സൈറ്റ്സിൽ നിന്നും കപ്പലിലേക്ക് വന്നിറങ്ങിയ ആയുധങ്ങളെ കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്യും. കഴിഞ്ഞ 5 മാസത്തെ കണക്ക് മാത്രം എടുത്തു നോക്കിയാൽ, 2025 ആദ്യം മുതലുള്ള ഒരു 5 മാസത്തെ കണക്ക് നോക്കിയാൽ 9 തവണ റഷ്യ ഇതുപോലെ കണ്ടെയ്നേഴ്സിന് നേരെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. 9 തവണയും ഇതേ പാറ്റേണിലാണ് സംഭവിച്ചത്. ഇത് ഉക്രൈൻ റിപ്പീറ്റഡായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അകത്ത് ധാന്യമില്ല എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഒരുപക്ഷെ ധാന്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ, അതെങ്ങനെ നിനക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന് സിമ്പിളായി ഒരു ചിത്രം മാത്രം ഡിസ്പ്ലേ ചെയ്യാം. ഇതിപ്പോ റഷ്യ നടത്തിയ സ്ട്രൈക്കിൽ നിന്നും എടുത്തതാണ്. ഒരു ആയുധം താങ്ങിയ കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കൾ അകത്തുള്ള കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരു കണ്ടെയ്നർ മുഴുവനും എഡിബിൾ ഓയിൽ വെച്ചിരിക്കുകയാണ്, അത് പൊട്ടിത്തെറിച്ചാൽ ആദ്യം അത് പൊട്ടിത്തെറിക്കില്ല, കത്തുകയാണ് ചെയ്യുന്നത്. കത്തിയാൽ പോലും ഇത്രത്തോളം വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കില്ല. ഈ സൈഡ് പാനലുകൾ നോക്കിയാൽ പോലും മനസ്സിലാകും, അത് കീറി മുറിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ സംഭവിക്കുന്നത് അകത്ത് സ്ഫോടക വസ്തു ഉണ്ട്. ഈ സ്ഫോടക വസ്തു തീ പിടിച്ച് പൂർണ്ണമായും പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിക്കുകയുള്ളൂ. വീണ്ടും അകത്ത് ധാന്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും അകത്ത് ധാന്യം ഇല്ല. റഷ്യ ഇത് വളരെ കൃത്യമായി തന്നെ ആക്രമിച്ചിട്ടുണ്ട്. 25 കണ്ടെയ്നേഴ്സിന് നേരെ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഉക്രൈന്റെ റീസൺ ഒഫൻസീവിനെ സംബന്ധിച്ച് ഈ 25 എന്നത് ഒരു വലിയ നമ്പറാണ്. കാരണം ഉക്രൈൻ ഇപ്പോൾ ഒരു വലിയ കൗണ്ടർ ഒഫൻസീവിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം ടോമഹോക്ക് നൽകാൻ പോകുന്നു എന്ന് അമേരിക്കയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഈ സമയത്ത് ഉക്രൈൻ വിജയിക്കുന്നത് പോലെ കാണിക്കണം. ഒരു പക്ഷെ അവർ വിജയിച്ചില്ലെങ്കിൽ പോലും അതിന്റെ ശ്രമങ്ങൾ എടുക്കുന്നത് പോലെയെങ്കിലും കാണിക്കണം. ഇവർക്ക് ഈ ആയുധങ്ങൾ വളരെ അത്യാവശ്യമായൊരു സാഹചര്യത്തിലാണ് റഷ്യ 25 കണ്ടെയ്നേഴ്സിനെ നശിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറെ ദിവസത്തിനു ശേഷം കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽസ് ഈ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചതായി പറഞ്ഞിട്ടുണ്ട്. റഷ്യ നടത്തിയ ഈ ഒരു സ്ട്രൈക്സിൽ 12 സ്ഥലങ്ങളിൽ കൂടുതൽ ഈ മിസൈൽസ് മാത്രം ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് ഉക്രൈനുള്ളിൽ.
ഇത് ഒഫീഷ്യലായി യുക്രൈന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവർ പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്രത്തോളം മിസൈൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്, അതിൽ എത്രത്തോളം ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ട്, ഏതെല്ലാം മിസൈലുകൾ എത്രയുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പോലും അവർ നൽകിയിട്ടുണ്ട്. അവർ നൽകിയിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നോക്കിയാൽ റഷ്യയുടെ കിൻസാൽ മിസൈൽ, റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഹൈപ്പസോണിക് മിസൈലിൽ 192 ഫോറിൻ പാർട്ടിക്കിൾസും റഷ്യയുടെ ഷാഹിദ് വേരിയന്റ് ആയിട്ടുള്ള ജെറേനിയൻ ഡ്രോൺസിൽ 250 പാർട്സും മറ്റ് ഇസ്കാന്ദർ മിസൈലുകളിൽ 1500-ലധികം ഫോറിൻ പാർട്സ് ഉണ്ട്. കാലിബർ ക്രൂയിസ് മിസൈലിൽ 405-ലധികം ഫോറിൻ പാർട്സ്. ഇങ്ങനെ ഒരു ഡാറ്റയാണ് അവർ നൽകിയിരിക്കുന്നത്. സത്യത്തിൽ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ വിശകലനം ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ചത്തെ ഡാറ്റയാണ് അവർ പറയുന്നത്. ഈ ഒരാഴ്ചത്തെ ഡാറ്റ എങ്ങനെ അത്ര പെട്ടെന്ന് എടുക്കാൻ സാധിക്കുക? അതായത് ഇപ്പോൾ കിൻസാൽ മിസൈൽസ് തന്നെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ സ്പെയ്ഡ്സ് പോലും ലഭിക്കുകയില്ല. അപ്പോൾ എത്രത്തോളം ഇവർ അനലൈസ് ചെയ്താണ് ഈ കണക്ക് പറയുന്നത്? അല്ലെങ്കിൽ ഈ മറ്റ് രാജ്യങ്ങളുടെ ഫോറിൻ ഇൻ്റലിജൻസ് ഇൻപുട്ട് വാങ്ങി ഈ മിസൈലിൽ ഇത്രത്തോളം ഉണ്ട്, പ്രസ് മീറ്റിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വാർത്തയായി പറയുന്നത് പോലെ ഇത് പുറത്ത് കാണിച്ചാൽ മതി, ഇങ്ങനെ ഒരു ഇൻപുട്ട് നൽകുന്നു എന്നൊന്നും അറിയില്ല. കാരണം ഒരു മിസൈൽ താഴെ വീണ് പൊട്ടിത്തെറിച്ചാൽ ഇസ്കാന്ദറിൽ പോലും ഒരു പക്ഷേ സ്പേസ് എടുക്കാം. പക്ഷെ ഇസ്കാന്ദറിനെ പോലും ഇവരെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഡ്രോൺസിൽ നിന്നും പാർട്സ് എടുക്കാൻ സാധിക്കും, പക്ഷേ മറ്റ് മിസൈൽസിന്റെ കണക്കുകൾ ഇവർ പറയുന്നുണ്ടല്ലോ, അതൊരു വലിയ സംശയമാണ് ഇവിടെ ഉയർത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടോമഹോക്കിനെ കുറിച്ചുള്ളതാണ്. ടോമഹോക്ക് ഉക്രൈനിലേക്ക് വരുന്നു ഇല്ല, ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് ഉക്രൈനിലേക്ക് വരികയാണെങ്കിൽ അത് ശരിക്കും റഷ്യയ്ക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് നൽകും, സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അധികമായി തന്നെ നൽകും. കാരണം ചെറിയ ചെറിയ ഡ്രോൺസ് ഉപയോഗിച്ച് പോലും 600-700 കിലോമീറ്റർ കഴിഞ്ഞ് ചെന്ന് ടാർഗറ്റ്സിനെ ആക്രമിക്കുന്നുണ്ട്. അതായത് ഉക്രൈൻ റഷ്യ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്രത്തോളമൊക്കെ റീച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മിസൈൽ അവരുടെ പക്കലുണ്ടെന്ന് ചിന്തിക്കുക. ഫ്ലമ്മിംഗോയെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ അത് സീരിയൽ പ്രൊഡക്ഷനിലേക്ക് പോകാൻ തന്നെ വർഷങ്ങളെടുക്കും. അവർ പുറത്ത് അതിനെ വലുതായൊക്കെ കാണിച്ചാലും ഇതാണ് സത്യം. 1-2 മാസത്തിൽ ഒന്നും അത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഉക്രൈനെ കൊണ്ട് മാത്രം അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ടോമഹോക്ക് പോലുള്ള മിസൈൽസ് അകത്തേക്ക് വന്നാൽ റഷ്യയുടെ സൈക്കോളജിക്കൽ വാർഫെയറിന്റെ തിങ്കിങ്ങിനെ തന്നെ മാറ്റും. ഇപ്പൊ പുടിൻ പറഞ്ഞിരിക്കുന്നത് ടോമഹോക്ക് വരട്ടെ, നിങ്ങൾ ഉക്രൈന് മിസൈൽസ് നൽകുക, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്നാൽ ആ മിസൈൽസ് ഉപയോഗിച്ച് ക്രെംലിനെ സ്ട്രൈക്ക് ചെയ്യണം എന്നൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോസ്കോയെ സ്ട്രൈക്ക് ചെയ്യണം എന്ന പദ്ധതി ഉണ്ടെങ്കിൽ, മിസൈൽ സപ്ലൈ ചെയ്ത രാജ്യങ്ങൾക്കും ആ മിസൈൽ വാങ്ങി ഉക്രൈന് നൽകിയ രാജ്യങ്ങൾക്കും ഇവിടെ റഷ്യ നല്ലൊരു റിപ്ലൈ നൽകും. ഈ മിസൈൽസ് റഷ്യയുടെ ചില പ്രദേശങ്ങളെ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ റഷ്യയുടെ സെൻസിറ്റീവ് ടാർഗറ്റ്സിനെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പിൽ ഒരുപാട് പ്രശ്നം ക്രിയേറ്റ് ആകുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ക്രിയേറ്റീവ് എന്ന വാക്ക് 2 തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ലേറ്റർ വീഡിയോ ഒക്കെ നോക്കിയാൽ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാക്കിനെ ഇങ്ങനെ 2 തവണ മെൻഷൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ടോമഹോക്കിന് പിന്നിൽ എന്തോ ഒരു വലിയ പദ്ധതി റഷ്യ ചെയ്യുന്നുണ്ട്. സബോർട്ടേജ് ഓപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള മറ്റേതെങ്കിലും പദ്ധതികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ റഷ്യ സംബന്ധിക്കുന്ന ചാരന്മാർ അകത്തേക്ക് കടന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കാം. ടോമഹോക്ക് ഉക്രൈനിൽ ലാൻഡായി ഉക്രൈനിൽ നിന്നും റഷ്യയെ നോക്കി അത് ഫയർ ചെയ്യപ്പെടുകയാണെങ്കിൽ വലിയ കോൺസിക്വൻസസ് വരുമെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ടോമഹോക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് പുടിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഉക്രൈൻ ഒരു ക്ലെയിം നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ 40% ഓയിൽ റിഫൈനിങ് കപ്പാസിറ്റി ഞങ്ങൾ നശിപ്പിച്ചു. ഇത് കാരണം റഷ്യയ്ക്കുള്ളിൽ ഫ്യൂൽ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. റഷ്യയെ ഞങ്ങൾ എങ്ങനെയെല്ലാമാണോ സ്ട്രൈക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് അതെല്ലാം ആ രാജ്യത്തിനുള്ളിൽ ഞങ്ങൾ നടത്തി കാണിക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. സത്യത്തിൽ ഉക്രൈൻ പറയുന്നത് ഒരു തരത്തിൽ ശരിയാണ്. ഓയിൽ റിഫൈൻ ചെയ്യുന്ന കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസത്തിൽ 100% റിഫൈൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 20%ഓളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് പോലെ ഇവരുടെ സ്ട്രൈക്സ് മാത്രമാണോ ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ശരിയായി പറയാൻ സാധിക്കില്ല. കാരണം അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞത് ഈ റിഫൈനറീസിലെല്ലാം ഇത്രയേറെ കപ്പാസിറ്റിയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നു, എന്നാൽ ഇപ്പോൾ ഇത്ര കുറച്ചിട്ടുണ്ട് എന്നൊക്കെ. എന്നാൽ ഉക്രൈൻ പറയാൻ മറക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. റഷ്യയുടെ പക്കൽ എന്ന് മാത്രമല്ല, കൂടുതൽ ഫാക്ടറീസും 100% അവരുടെ ഔട്ട്പുട്ട് നൽകുകയില്ല. അതും ഒരു യുദ്ധകാലം എടുക്കുകയാണെങ്കിൽ ഒരു 100% ഔട്ട്പുട്ട് ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് വരികയില്ല. ഈ ഒരുപാട് റിഫൈനിങ് യൂണിറ്റ്സ് ഉണ്ട്. ഇവരെല്ലാം 1000 ലിറ്റർ റിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 700-800 ലിറ്റേഴ്സ് മാത്രമേ റിഫൈൻ ചെയ്യുകയുള്ളൂ. ഇതിനകം ഐഡിൽ മോഡിലായിരിക്കും ചെയ്യുക. ഇതെല്ലാം ഒരു പക്ഷെ ഉക്രൈൻ അവർക്ക് അനുകൂലമാക്കി ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ പറയുകയാണോ എന്നും അറിയില്ല. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് പറയുക. അടുത്തടുത്ത വീഡിയോസിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയി അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.